നിലവിലുള്ള വീടിനെ റിനോവേറ്റ് ചെയ്തെടുക്കണോ അതോ പുതിയ വീട് പണിയണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂസിങ് ആവാറുണ്ട് പലപ്പോഴും. ശരിക്കും വീട്ടിലൊരു 4 അംഗമുള്ള വീട്ടിൽ 5-ാമത്തെ അംഗമാണ് വീട്, അല്ലെങ്കിൽ 1-ാമത്തെ അംഗമാണ് വീട്. ഒരു ഇമോഷണലി ബോണ്ടിങ് ആണ് വീട്. വീട്ടിലുള്ള ആളുകളുടെ പോലെ തന്നെ ഒരു പ്രധാനമായിട്ടുള്ള മറ്റൊരു എൻറ്റിറ്റിയാണെന്ന് പറയാം. പുതിയ വീടിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ആളുകൾ അച്ഛൻ പണിത വീട്, അമ്മാവൻ പണിത വീട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇമോഷണൽ കാര്യങ്ങൾ വെച്ച് പലരും അത് റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നിലവിലുള്ള വീടിനെ റിനോവേറ്റ് ചെയ്തെടുക്കണോ അതോ പുതിയ വീട് പണിയണോ എന്നുള്ള രീതിയിൽ കൺഫ്യൂസിങ് ആവാറുണ്ട് പലപ്പോഴും. അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന നമുക്ക് എങ്ങനെയൊക്കെ അവർക്ക് അത് തീരുമാനം എടുക്കാൻ അവരൊന്ന് സഹായിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ അവർക്ക് ഒരു ഹെൽപ്ഫുള്ളായിട്ട് ഏതാണ് അവർക്ക് കുറേ കൂടി പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സാധാരണ. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ റിനോവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിൽഡിംഗ് അതിന് അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ടോ എന്ന് നോക്കണം, ഫീസിബിൾ ആണോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ എക്സ്പെർട്ടുമായിട്ട് കൺസൾട്ട് ചെയ്യും. അതെ, ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇമോഷൻ പ്രൊസീഡ് ചെയ്യണോ തീരുമാനിക്കുന്നത്. ബോത്ത് ആർക്കിടെക്ട് ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയർ രണ്ടുപേരും നീഡഡ് ആണ് ഇതിൽ. ഇത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കൊരു ടോട്ടൽ എസ്റ്റിമേറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോഴാണ് അത് ഫീസിബിൾ ആണോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ആ പ്രൊജക്ട് ക്യാരി ഫോർവേഡ് ചെയ്യണോ അതൊരു പുതിയ പ്രൊജക്റ്റിലേക്ക് പോകണോ എന്നുള്ളത് തീരുമാനിക്കാൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു, ഒരു വീട് റിനോവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇമോഷണൽ ബോണ്ടിങ് ഉള്ള വീടാണെങ്കിൽ, ഇപ്പോൾ പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ട് ചിലർ ഫൗണ്ടേഷനെങ്കിലും നിർത്താൻ പറയും നമ്മളോട്. ഞങ്ങളുടെ അച്ഛൻ പണിത വീടാണ്, അതിൻ്റെ ഫൗണ്ടേഷൻ നിങ്ങൾ നിർത്തിക്കോളൂ, ബാക്കിയെല്ലാം നിങ്ങൾ പൊളിച്ച് എക്സ്റ്റെൻഡ് ചെയ്തോളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു റിനോവേറ്റ് ചെയ്യാൻ പോകുന്ന വീടാണെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഭാഗത്തും ആർക്കിടെക്ചറൽ സൈഡിലും 2 എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് മാത്രം തീരുമാനം എടുക്കേണ്ട ഒരു സംഗതിയാണ്. എന്നിട്ടാണ് റിനോവേഷൻ വേണോ അതോ പുതിയ വീട് പണിയണോ എന്ന് തീരുമാനിക്കേണ്ടത്.